ഹായ് ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചീറ്റമായിട്ടുള്ള അങ്കംവെട്ട കേട്ടോ. ഓൾറെഡി വീഡിയോ എടുത്തതാണ്, 2 ദിവസത്തെ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. പിന്നെ ഈ ചീറ്റോ ഇതിനു മുമ്പ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ഞാൻ പറയാം, 180 രൂപ വില വരുന്ന ഒരു ഫ്രോഗാണ് ഇത്. രണ്ടും സെയിമാണ്, കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ഫ്രോഗാണ് കേട്ടോ. 180 രൂപ വില ആണെങ്കിലും റിസൾട്ട് 100%. ഒരു രക്ഷ ഒത്തിരി മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിൻ്റെ അത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയും പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാം കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പവർ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. നല്ല ലോങ് കാസ്റ്റിംഗ് കേട്ടോ, ഒരു രക്ഷയില്ല. ബൈ കാസ്റ്റിംഗ് ആണെങ്കിലും സ്പിന്നിങ് ആണെങ്കിലും ഉണ്ടല്ലോ, പറന്ന ഈ സാധനം പോകുന്നു, ഒരു രക്ഷയില്ല. നല്ല ലോങ് കാസ്റ്റിംഗാണ് കിട്ടുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹുക്കപ്പ് കൊടുക്കുമ്പോൾ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ഹുക്കപ്പ് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മീൻ എങ്ങനെയല്ല നമുക്ക് വലിച്ചു കയറ്റാൻ പറ്റും. ഇപ്പോൾ വരുന്ന വഴിക്ക് ഏതെങ്കിലും പുല്ലേൽ ഉടക്കി കഴിഞ്ഞാൽ തന്നെ ഫ്രോഗ് ഊരിപ്പോകുമെന്നുള്ള ഒരു പേടിയും വേണ്ട. കാരണം അതുപോലെ മാറാൻ ഹുക്കപ്പ് കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾ കാണുക. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അടിച്ച് പോരോ, അടിച്ച് വട വരാല അടിപൊളി വട കൊള്ളാം കേട്ടോ, സൈസാ. നല്ല ഹുക്കപ്പ്. അതാണ് ചീറ്റ സമയം കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും. അവിടെ ഒളിച്ചിരിക്കുമായിരുന്നു. ഈ എൻ്റെ ഗ്രിപ്പർ അവിടെ ഉണ്ട്. കിട്ടി. അതിനെ പാൻ്റെ സൈഡിൽ ഉടക്കിയിട്ടുണ്ടല്ലോ. ഓ, നാടൻ കേട്ടോ, നാടൻ വരാല ഇതുണ്ടോ. ഒരു 1/2 കിലോ സൈസ് ഉണ്ടോ കേട്ടോ, കുഴപ്പമില്ല. ഹുക്കപ്പ് ഉണ്ടോ, നമ്മളെ പുതിയ ചീറ്റ കേട്ടോ, ബ്ലാക്ക്. മറ്റേ ഗ്രീൻ കളറായിരുന്നു, ഇത് ബ്ലാക്ക്. അടിപൊളി, നല്ല വരാല കേട്ടോ. ആഹാ, അത് നൈസായിട്ടുള്ള സ്ട്രൈക്കായിരുന്നു കേട്ടോ. ഒരു എന്താ കൊള്ളാം. ഓക്കെ, ഉണ്ടോ രണ്ടും കയറി. ഇത് നല്ല കയറ്റമൊക്കെ കയറും. അടിപൊളി. എടാ കള്ള, അതേ പൊക്കിക്കൊണ്ട് പോവാ. ഞാൻ കണ്ടില്ല കേട്ടോ, പ്രതീക്ഷിക്കാതെ റാഞ്ചിക്കൊണ്ട് പോയ. വീട് കിട്ടി. നമ്മടെ വിളിച്ചു പോവാൻ. അവിടെ ഒരു വേറെ എടുക്കുന്നവരെ തോന്നി. ഞാൻ നൈസായിട്ട് അനക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കാലെന്നെ എടുത്തോണ്ട് പോയത്. അടിച്ച്
അടിച്ചടാ മോനെ. ഓ എന്നാ പിടുത്തം പിടിക്കുന്നത്. ആടാ മോനെ, കയറി വാ. കൊള്ളാം കേട്ടോ. ആ കിടുക്കം വരാമല്ലോ കേട്ടോ. അടിപൊളി. നല്ല സൈസാ, നല്ല സൈസാ. ആ നാടനാ കേട്ടോ. ഉരുണ്ട വരാൽ. ഇത് കണ്ടോ, കൊള്ളാം കേട്ടോ. നല്ല ഉരുണ്ടിരിക്കുന്നു കേട്ടോ. നല്ല സൈസ്. ഒരു 3/4 കിലോ സൈസാണ് എന്തായാലും. കൊള്ളാം. ഹുക്ക് കിടക്കുന്നുണ്ടോ? 2 ഹുക്കും കയറിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഹുക്കപ്പ് എന്ന് പറയുന്നത്. കണ്ടോ, ഒരു രക്ഷയില്ല. കയറിക്കഴിഞ്ഞാൽ പിന്നെ ഊരിപ്പോരുമോ എന്നുള്ള ഒരു പേടിയും വേണ്ട. കേട്ടോ, നല്ല ഹുക്കപ്പാണ്. ടൈറ്റ് വെച്ചാൽ അതുപോലെ ടൈറ്റായിട്ട് ഈ സാധനം കിടക്കുന്നത് കേട്ടോ. കിട്ടുക്കാൻ വരാൽ. നല്ല നാടനാണ്. മഞ്ഞ കളറുണ്ടോ, പിന്നൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ. അടിപൊളി. ഉരുണ്ട വരാൽ. ആഹാ കൊള്ളാം. അടിപൊളി. ഓക്കെ. ഉമ്പടാ. അടിച്ചടിച്ച് അടിപൊളി. കിടുക്കൻ സാധനം കേട്ടോ. നല്ല സൈസുണ്ട്. അടിപൊളി. ഉടക്കിയോ. താഴോട്ട് ഇറങ്ങാൻ പറ്റുമോ? നല്ല ചെളിയാ. എൻ്റെ പൊന്നെ, പ്രതീക്ഷിക്കാനുള്ള അടിയായിരുന്നു. അയ്യോ എൻ്റെ കൂടെ. ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ചെളിയുണ്ട് കേട്ടോ, നല്ല ചെളി അവിടെ. റിസ്ക്കാണ്, എന്നാലും നോക്കട്ടെ. എന്തേലും വഴിയുണ്ടോ നോക്കട്ടെ. പുല്ല് സൈസ് വരാലോ കേട്ടോ. അമ്പടാ, പിന്നെ സൈസാന്ന് നോക്കി. അടിപൊളി. ആഹാ, ഇതുണ്ടോ. ഓ ജൈൻ്റ് വരാളോ കേട്ടോ. കാണിക്കാം. ഓ നേരത്തെ കിട്ടിയതിനെക്കാട്ടി വലുതാ കേട്ടോ. ഇതുണ്ടോ. അയ്യോ, ഇതൊരു എങ്ങനെ പോലെ 800-850 ഗ്രാമെങ്കിലും കാണുന്നത്. നല്ല കിണ്ണൻ സാധനം. നല്ലപോലെ പുല്ലേൽ ഉടക്കി കിടക്കുമായിരുന്നു കേട്ടോ. ഹുക്കുണ്ടോ, അതുപോലെ കയറി കിടക്കും. ഇതുണ്ടോ.
ഇടുക്കാൻ സാധനം കേട്ടോ, കൊള്ളാം. നല്ല സൈസ് ജൈൻ്റ് വരാൻ കേട്ടോ. ഓ അടിപൊളി, കൊള്ളാം. ഓക്കെ, ഇതുണ്ടല്ലോ അവിടെ എന്താ എയർ എടുത്തിട്ടുണ്ട്. അടിച്ചടാ മോനെ. ഉണ്ടല്ലോ അവിടെ എയർ എടുത്തായിരുന്നു. പുല്ലുടക്കിക്കഴിഞ്ഞാൽ വിഷയമാണ്. ആ കൊള്ളാം. ആ നാടന കേട്ടോ, അടിപൊളി നാടന. ആ കൊള്ളാം. പിടയ്ക്കാതെ. ആ നല്ല ബ്ലാക്ക് കളർ കേട്ടോ. ഇതുണ്ടോ, കൊള്ളാം കേട്ടോ. ഇത് നല്ല ബ്ലാക്ക് കളറുണ്ടോ, നല്ല നാടന കേട്ടോ. ഓ എൻ്റെ കണ്ണിൻ്റെ സൈഡിൽ കിട്ടി ചോര വന്നുണ്ടോ. ഉക്കപ്പ് ഇരിക്കുന്നുണ്ടല്ലോ, അടിപൊളി ഉക്കപ്പ് അതുണ്ടോ, നല്ല നാടൻ കേട്ടോ. ഇതൊരു 1/2 കിലോ സൈസ് ഉണ്ട്, നല്ല നീളമുണ്ട് വരാലിന് കണ്ടോ. നല്ല നീളമുള്ള സൈസാണ്, നല്ല കളറ്, കൊള്ളാം. ഒന്ന് അടങ്ങി നിൽക്കടാ, ഒന്ന് കാണിക്കട്ടാ പോയി. വേണ്ട, അടിപൊളിയല്ലേ, കൊള്ളാം. അതെവിടെ മറിഞ്ഞ് ഉയ്യോ, അതെ ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സാധനം മറിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ അഞ്ഞി അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ വലയിൽ കയറ്റാം. കണ്ടല്ലോ, ഓ നല്ല അടിപൊളി ഉക്കപ്പ് കേട്ടോ. ചരിഞ്ഞു പോയി. അടിച്ച് ആമ്പള അടിച്ചട മോനെ. വട വലിയ കലിപ്പില്ലാത്ത സാധനമാണെന്ന് തോന്നുന്നു. അതെ. ആ കൊള്ളാം കേട്ടോ, ഒരു 1/2 കിലോ ഉണ്ട്. ഇവൻ ഫ്രോഗ് കയറ്റി കേട്ടോ, അടിച്ച് കയറ്റി. ഞാൻ പറഞ്ഞു കുറച്ച് വെയിറ്റ് ചെയ്ത് ഉക്കപ്പ് കൊടുത്താലുണ്ടല്ലോ അടിപൊളിയാ. ഗ്രിപ്പറെന്തി യെസ്, കണ്ടോ, കൊള്ളാം കണ്ടോ, സൈസാ. 1/2 കിലോ എന്തായാലും കാണും. 1/2 കിലോ മേളിലോട്ടില്ല, 1/2 കിലോ ഉണ്ട്. ഫ്രോഗ് ഇരിക്കുന്നുണ്ടല്ലോ കണ്ടോ, നല്ല അകത്ത് അടിച്ച് കയറ്റിയിരിക്കുക. കൊള്ളാം, നല്ല സൈസാ കേട്ടോ, അടിപൊളി. ഞാനവിടെ പമ്മി നിൽക്കുമായിരുന്നു ആ പുല്ലിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ വലയിൽ കയറ്റാം. ചീറ്റോ ഹുക്ക് കയറിക്കഴിഞ്ഞാൽ മോനെ പ്ലെയർ ഇല്ലാതെ എടുക്കാൻ എന്നെ പാടാന്നറിയോ. കാരണം അതുപോലെ കയറി നിൽക്കുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. പ്ലെയർ യൂസ് ചെയ്യാല്ല നമുക്ക് എടുക്കാൻ പാടത്. എൻ്റെ ഹുക്ക് എന്തി കാണാൻ പോലില്ല, തിരിഞ്ഞു പോയോ. കാണുന്നില്ല. യെസ്, ഓക്കെ.
അടിച്ചടിച്ചടിച്ച് അടിച്ച് അടിച്ചടിച്ച് ഓഹ് അടിപൊളി വരാലോ കേട്ടോ. എൻ്റെ പൊന്നി ഇതല്ല, നേരത്തെ ഒരു സാധനം കിടന്ന് മുട്ടനൊരു മറിച്ചിന് മറിഞ്ഞായിരുന്നു. പക്ഷെ ഇവനല്ല. എന്തായാലും ഒരു വരാലടിച്ചിട്ടുണ്ട് ചീറ്റയിൽ. അല്ലേ ഒരു 1/2 കിലോ സൈസ് കേട്ടോ, കുഴപ്പമില്ല. 1/2 കിലോ ഇച്ചിരി മേളിലുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ? കൊള്ളാം, അടിപൊളി, നല്ല വരാലോ കേട്ടോ. ഓക്കെ, അപ്പോൾ വലയ്ക്കറ്റാം കേട്ടോ. കാരണം അതുപോലെ ഈ സാധനം കയറി കിടക്കുന്നത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്ന് നമ്മളെ കൈ പണിയാവും. കിട്ടുന്നില്ല. യെസ്, ഓക്കെ, സെറ്റ്. പിടിച്ചിട്ടാടാ. അടിപൊളി, കിട്ടി കിട്ടി കിട്ടി. അടിച്ചടിച്ചടാ മോനെ, അടിച്ചടാ. ചെറുതാ കേട്ടോ. ആ കൊള്ളാം. വരാലേ. അയ്യോ, അടിപൊളി. കേട്ടോ, ഇതൊരു 1/2 കിലോ അടുത്ത്, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല കേട്ടോ, അടിപൊളി. ഇതുണ്ടോ ചീറ്റ ഇരിക്കുന്നുണ്ടോ? ആഹാ, നൈസ് ഉക്കപ്പ കേട്ടോ, കൊള്ളാം, കുഴപ്പമില്ല സൈസാ. അടിപൊളി. ഓക്കെ, ഇതിൻ്റെ കൈ ഫിന്നിൻ്റെ കളറുണ്ടോ താഴത്തെ? ഒരു നീല, ഒരു ചെറിയൊരു നീല ഷെയ്ഡ് വരുന്നുണ്ട് ഇതിന്. ഇതിൻ്റെ മുകളിൽ ബ്ലാക്ക് കണ്ടോ. ഓക്കെ, അപ്പോൾ വല കയറ്റാം നമുക്ക്. അടിച്ച് നമ്മടാ അക്കരയിൽ നിന്ന് അടിച്ച് പായലുടക്കാതിരുന്നാൽ. ആ, വരുന്നുണ്ട്. ചെറുതാണോ? അയ്യോ, ചെറുതാണല്ലോ. ഇത് നാടനാണ് കേട്ടോ, വലിയ കുഴപ്പമില്ല, വലിയ എലുപ്പില്ല കേട്ടോ. ഒരു 400 ഗ്രാം ഇല്ല, 400 ഗ്രാം ഇല്ല, അടുത്തേ ഉള്ളൂ. കുഴപ്പമില്ല, എന്നാലും കളയുന്നില്ല, എടുത്തേക്കുക കേട്ടോ. അത്ര വലിയ കുഴപ്പമില്ല, എന്തായാലും എടുത്തേക്കുക കേട്ടോ. നമുക്ക് അവിടെ നിന്ന് അടിച്ചത്, അക്കരയെന്ന്. ഇതൊരു ചെറിയൊരു തോടാണ് കേട്ടോ, പാല് കയറി കിടക്കുന്നതെന്നേ ഉള്ളൂ. നല്ല ആഴമുണ്ട്, ഇല്ലത്ര കാല് വെച്ച് കഴിഞ്ഞാൽ നേരെ താഴെ പോകും. ഓക്കെ, അപ്പം വല കയറ്റാം കേട്ടോ.